ഹായ് ഫ്രണ്ട്സ്, മൗണ്ടൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് പുതിയൊരു വീഡിയോ ആണ്. എല്ലാവരും കാണണം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, ബൈ, താങ്ക് യു. കുറച്ച് കാട്ടുമരുന്നുകൾ തന്നെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓരോ മരുന്നുകളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് വെള്ളിലം താളി. ഈ താളി തേച്ച് കുളിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, ഇത് കൊടുവേലിയുടെ പൂവാണ്. അപ്പോൾ കൊടുവേലി ചുവപ്പും നീലയും ഉണ്ട്. ഇത് പാടവള്ളിയുടെ കിഴങ്ങാണ്. നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് എന്ന് വെച്ചാൽ ശരീരത്തെ ത്വക്ക് രോഗങ്ങൾക്കെല്ലാം ഈ കിഴങ്ങെടുക്കും. തലമുടിയിൽ തേക്കണ എണ്ണയ്ക്ക് ഇത് മുക്കുറ്റിയാണ്. മുക്കുറ്റി എല്ലാവർക്കും അറിയാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൗവനം നിലനിർത്തുന്നതിന് മുക്കുറ്റിക്ക് ഒരുപാട് പങ്കുണ്ട്. ഇത് പൈനാപ്പിളാണ്. നമ്മുടെ ദഹന സംബന്ധിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വയറിനുള്ള അസുഖങ്ങൾക്ക് നമുക്ക് ഒരു ഔഷധമാണ് പൈനാപ്പിൾ. ഈ കാണുന്നത് നമ്മുടെ കരിമഞ്ഞളിൻ്റെ പ്ലാന്റാണ്. അപ്പോൾ കരിമഞ്ഞൾ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾക്ക് തന്നെയാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ കാരയ്ക്കയാണ്. കാരയ്ക്ക ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ്. നമുക്ക് കഴിക്കാനായിട്ട് ഉപ്പിലിട്ടൊക്കെ വെച്ചിട്ട് എടുക്കാറുണ്ട്. കുഞ്ഞു നാൾ മുതൽ കാരയ്ക്ക ഉപ്പിലിട്ടത് കഴിക്കാത്തവരൊന്നും കാണില്ല. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വയറ്റിനകത്തുള്ള കുടലിൽ വരുന്ന അൾസർ അല്ലെങ്കിൽ നമ്മുടെ വായ്പുണ്ണ് അങ്ങനെയുള്ള ഒരുവിധപ്പെട്ട അസുഖങ്ങളെയൊക്കെ മാറ്റാൻ കഴിവ് കാരയ്ക്കുണ്ട്. ഇത് നമ്മുടെ ചുണ്ടങ്ങയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ചുണ്ടങ്ങ തന്നെ ഒരുപാട് ഐറ്റം ഉണ്ട്. ഇത് പുത്തരിച്ചുണ്ട എന്ന് പറയുന്നതിൻ്റെ ഒരു വിഭാഗത്തിലുള്ളതാണ്. നമുക്ക് കഴിക്കാനായിട്ട് തന്നെയാണ് അതെടുക്കുന്നത്. ഇത് നമ്മുടെ അരിമ്പാറ ഒക്കെ പോകാനുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ പാല് ഇത് ഒടിക്കുമ്പോഴൊരു കറ വരും. ആ കറ എടുത്ത് നമ്മൾ ഈ അരിമ്പാറയ്ക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പോകും. ഇത് നിലംപറണ്ടയാണ്. അപ്പം നിലംപറണ്ട നമുക്കൊരു ഏറ്റവും നല്ലൊരു ഔഷധം എന്ന് വെച്ചാൽ നമ്മുടെ വന്ധ്യത മാറാനായിട്ട് നമ്മളിത് ഉപയോഗിക്കും. അതേപോലെ പൈൽസ്, അൾസർ അതിനെല്ലാം നമ്മൾ ഈ നിലംപറണ്ട മരുന്നായിട്ട് കൊടുക്കും. ബ്ലഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉടനെ തന്നെ നിൽക്കാൻ സഹായിക്കുന്ന ഒരു മരുന്നാണ്. ഇത് നമ്മുടെ റോസാണ്. റോസ് നമ്മുടെ ചർമ്മത്തിൻ്റെ ചുളിവുകളെല്ലാം അകറ്റി നമുക്ക് യൗവനം തരാൻ കഴിവുള്ള ഒരു ചെടിയാണ് അതിൻ്റെ പൂവ്. ഇത് നമ്മുടെ പൂച്ചമയക്കിയാണ്. പൂച്ചമയക്കി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ പ്ലാന്റ് നിൽക്കുന്ന സ്ഥലങ്ങളിൽ പൂച്ചകൾ കളിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പൂച്ച മയങ്ങും. നമുക്ക് ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കും. ഇത് നമ്മുടെ പുളിയാറിലയാണ്. പുളിയാറില വേദനയ്ക്കൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മുടെ ചീരയിലയാണ്. അത് എന്ന് വെച്ചാൽ കുപ്പച്ചീരയിൽ പെട്ട ഒരു ഇനമാണ്. ഇത് നമുക്ക് വനത്തിലൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ്. ഏറ്റവും പോഷക സമ്പുഷ്ടമാണ്. നമുക്ക് കറിയൊക്കെ ആയിട്ട് കഴിക്കാം. അതുപോലെ തന്നെ ഇത് ഊളൻ താമര അല്ലെങ്കിൽ ഊളൻ തകര എന്നൊക്കെ പറയുന്ന ഒരൈറ്റമാണ്. ഇതും നമുക്ക് ശരീരത്തുണ്ടാകുന്ന പരുക്കളൊക്കെ മാറാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കും. ഈ കാണുന്നത് നമ്മുടെ വനത്തിനകത്ത് തന്നെയുള്ള ഒരു ചെറിയ ഒരു ചെടിയാണ്. ഇത് നമ്മൾ ഔഷധമായിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഞെളിഞ്ഞ് പിരിയുന്ന ഒരു അസുഖമുണ്ട്, അതിനൊക്കെ എടുക്കാറുണ്ട്. ഇത് നമ്മുടെ സാധാ കമ്മ്യൂണിസ്റ്റ് പച്ചയാണ്. കൊറോണയ്ക്ക് മുന്നേ ചിക്കൻ ഗുനിയൊക്കെ വന്ന ആ ഇടയ്ക്ക് ഇതൊരു താരമായിരുന്നു. വേദനയ്ക്കൊക്കെ ഉത്തമമാണ്. ഈ നിൽക്കുന്ന ചിരവന്നാക്കിയാണ്. അപ്പോഴേ ഈ വേദനയ്ക്ക് നമ്മൾ വെള്ളം കാച്ചുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ചിരവന്നാക്കിയുടെ തണ്ട് അല്ലെങ്കിൽ ഇലയോടുകൂടി ഇടാറുണ്ട്. ഇതെല്ലാം നമുക്ക് വേദന മാറ്റുന്ന ഔഷധങ്ങളാണ്. ഈ നിൽക്കുന്നത് കല്ലുരുക്കിയാണ്. നമ്മുടെ മൂത്രത്തിൽ കല്ലിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ചെറിയ കല്ലൊക്കെ ആണെങ്കിൽ പോകാനായിട്ട് ഇതിൻ്റെ ചാറ് കൊടുത്താൽ മതി. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് തന്നെയാണ് സംഭവം. ഇത് ഈ ഞെളിവിരിയൻ പച്ച എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ അടിയിലൊരു ഇങ്ങനെ ഒരു ചാമ്പൽ പോലെ അല്ലെങ്കിൽ മാവ് പോലുള്ളൊരു നമ്മുടെ കയ്യിലൊക്കെ പറ്റിച്ച് കഴിഞ്ഞാൽ നമുക്കത് നല്ല ഒരു നമ്മൾ അച്ചടിച്ച് വെച്ചതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മളിത് കുഞ്ഞിലേക്ക് ഇത് പറിച്ച് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിച്ച് കളിച്ച് ഒക്കെ നടക്കാറുണ്ട്. സ്കൂളിലൊക്കെ പോകുന്ന സമയത്തിന് കണ്ടില്ല, അങ്ങനെ ഒരു പതിഞ്ഞിരിക്കും അത്. അതിൻ്റെ ഇല അതേപോലെ തന്നെ പതിയും. ഇത് നമ്മുടെ ആനച്ചവടിയുടെ പൂവാണ്. അപ്പോൾ ആനച്ചവടി നമുക്ക് പല്ലുവേദനയ്ക്കായിരുന്നാലും തലമുടി കൊഴിച്ചിലിനായിരുന്നാലും ഒക്കെ നമ്മൾ ഒരുപാട് ഇതിനായിട്ട് ഇത് മരുന്നായിട്ടൊക്കെ എടുക്കാറുണ്ട്. ഇത് നമ്മുടെ മുത്തങ്ങ പുല്ലാണ്. ഒരുപാട് ഔഷധങ്ങൾ നമുക്ക് ചുറ്റും തന്നെയാണുള്ളത്. നമുക്ക് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് തിരിച്ചറിയണം നമ്മളൊരു കാര്യങ്ങൾ എടുക്കണം. ഈ നിൽക്കുന്നത് നമ്മുടെ കീഴാർ നെല്ലിയാണ്.
കീഴാർ നെല്ലിക്ക് 2 കളറുണ്ട്, ചുമപ്പുണ്ട് പച്ചയുണ്ട്. ഇതാണ് നമ്മുടെ ഔഷധമായിട്ട് എടുക്കുന്നത്. ഇത് നമ്മുടെ നീല ചടച്ചയാണ്. ഇത് നമ്മൾ ചെറിയ മുറിവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എടുക്കാറുണ്ട്. ഇതിൻ്റെ അരി ഒരു കടുക് പോലെയാണുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ വിത്തും ഔഷധത്തിനെടുക്കും. ചില മരുന്നുകളിലൊക്കെ നമ്മളത് ചേർക്കും. നല്ല ഭംഗിയാണത് കാണാൻ. ഇത് കറ്റാർ വാഴയാണ്, കറ്റാർ വാഴ പ്ലാന്റാണ്. കറ്റാർ വാഴ നമുക്ക് മുടിക്കായിരുന്നാലും ചർമ്മത്തിനായിരുന്നാലും നമ്മുടെയൊക്കെ ആരോഗ്യത്തിനായിരുന്നാലും ഒക്കെ നല്ലതാണ്. ഇത് നമ്മുടെ ഗ്രാമ്പു പഴുത്തതാണ്, ഗ്രാമ്പുവിൻ്റെ കായില്ലേ അത് പഴുത്തതാണ്. ഇത് നമ്മുടെ കുടകപ്പാല പൂവിട്ട് നിൽക്കുന്നതാണ്. ഇത് വേറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് കാണാൻ. കുടകപ്പാല നമുക്ക് ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ട് നമ്മൾ എടുക്കുന്നതിന്. ഇത് ഉഴിഞ്ഞയാണ്, വള്ളി ഉഴിഞ്ഞ. അപ്പോൾ ഉഴിഞ്ഞയും നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനും ബാക്കി ഒരുപാട് കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ കല്ലുരുക്കിയുടെ വേറൊരു ഇനമാണ്, അതിൻ്റെ പൂവാണത്. പൂവിട്ട് നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ച് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് കുടകപ്പാല. ഇപ്പം ഞങ്ങൾ കുറച്ചുകൂടെ സൂം ചെയ്തെടുത്തതാണ്. ഇത് പൂത്തൊക്കെ നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്, നല്ല മണമൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കാട്ടിലുള്ള ഈന്തിയാണ്. നമ്മുടെ നാട്ടിലുള്ള ഈന്തപ്പഴം പോലെ തന്നെ അതിനേക്കാൾ ഔഷധമുള്ള വനത്തിലുള്ള ഈന്തയാണിത്. ഇതിൻ്റെ തണ്ട് അല്ലെങ്കിൽ അത് ചൂലായിട്ടൊക്കെ അങ്ങോട്ടൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിത് പഴത്തിനൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. നല്ല ഹിൽ ഏരിയകളിലൊക്കെ ഇതുണ്ടാവും. അപ്പോൾ നമ്മളിതൊക്കെ പറിച്ചിട്ട് നമ്മൾ കഴിക്കും. നല്ല ടേസ്റ്റാണ്, നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്, വിഷാംശമൊന്നുമില്ല. ഇത് നമ്മുടെ ലെമൺ വൈനാണ്, വൈൻ ലെമൺ എന്നൊക്കെ പറയുന്ന ചെടിയാണ്. അപ്പോൾ ഇത് അച്ചാറിടാനായിട്ടായിരുന്നാലും അല്ലെങ്കിൽ വൈനൊക്കെ ഉണ്ടാക്കാനായിട്ടായിരുന്നാലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചെടിയാണ് ഇത്. ഇതിൻ്റെ പൂവാണത്. ഇത് കൊലയായിട്ട് പൂവിടുമ്പോഴും നല്ല ഭംഗിയാണ്. ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഇത് പൂവിട്ട് ഈ പൂ പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വിട്ടിപ്പഴമാണ്. ഇത് വനത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു മരത്തിൻ്റെ കായ്കളാണ്. ഇപ്പോൾ നമ്മൾ വനത്തിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ പറിച്ച് കഴിച്ചൊക്കെയാണ് പോയുള്ളത്. ഇതാ കണ്ടില്ലേ, ഇതാണ് അത് നിൽക്കുന്നത്. ഇത് ഇങ്ങനെ നിന്ന് പഴുത്ത് പൊട്ടി വരുമ്പോഴാണ് ആ മഞ്ഞ കായകൾ കിട്ടുന്നത്. അപ്പോഴും ഇതൊക്കെ നല്ല ഔഷധങ്ങളാണ്. കാരണം ഇത് പുറത്തോട്ടൊന്നും കിട്ടുന്ന ഫ്രൂട്ട്സ് അല്ല, ഇതെല്ലാം വൈൽഡാണ്. കാരണം നമുക്കിത് വനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെയറായിട്ടുള്ള ചില പഴങ്ങളിൽ പെട്ട ഇതാണ്. ഇത് നമ്മുടെ വെങ്കായം, നരി വെങ്കായത്തിൻ്റെ പൂവാണ്, അല്ലെങ്കിൽ കാട്ടുള്ളി പൂവാണ്. കാട്ടുള്ളി നമ്മുടെ നമുക്ക് ആണി രോഗത്തിനൊക്കെ നമുക്ക് ചവിട്ടാൻ പറ്റുന്നത്. ഈ കാണുന്ന പട്ട ഉദിയുടേതാണ്. ഉദി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ല് തേയ്മാനത്തിന്, നട്ടെല്ല് വേദനയ്ക്കൊക്കെ നമ്മൾ ഇതിൻ്റെ പട്ട പിഴിഞ്ഞ് ചാറ് കുടിക്കും. ഇത് മലവേപ്പിൻ്റെ കായാണ്. ഈ വേപ്പ് ഇതിപ്പം കായ് തറയിൽ വിടുന്നതാണ്, വലിയ മരമാണ്. മരത്തിനെ കാണിക്കാനൊന്നും നിവൃത്തിയില്ല. ഇത് നമ്മുടെ ഉദീര തന്നെ എൻ്റെ ചേച്ചിയാണ്. ചേച്ചി ആ ഉദീര പട്ട വെട്ടിയെടുത്തതാണ്. ഇവിടെ കുറച്ച് ആവശ്യമുണ്ട്, ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി വെട്ടിയതാണ്. ഇതാണ് ആ ഉദിയുടെ ഇല. ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം, അതുകൊണ്ടൊക്കെയാണ് ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കണ്ടില്ലേ പട്ട. ഇത് നമ്മുടെ കാട്ടിനകത്തുള്ള ഒരു നെല്ലിക്ക പോലെയുള്ള, ലവലോലിക്ക പോലെയുള്ള കാഞ്ചിപ്പഴം എന്ന് പറയുന്ന ഇതാണ്. നമ്മുടെ സാധാരണ നമ്മുടെ ഉള്ള ലവലോലിക്ക തന്നെയാണിത്, പക്ഷേ അതിൻ്റെ അത്ര പുളിയൊന്നുമില്ല. ഇത് നല്ല മധുരമാണ് പഴുത്ത് കഴിഞ്ഞാൽ. ഇതും നമ്മൾ അച്ചാറിടും. പച്ചക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അച്ചാറിട്ടൊക്കെ എടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ പഴമായിട്ട് കഴിക്കും, പിന്നെ വൈനാക്കും. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇത് കാട്ടിലുള്ള വേറൊരു ഫ്രൂട്ട്സാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കാറില്ല, ഇത് ഏറ്റവും കൂടുതൽ കിളികളൊക്കെയാണ് കഴിക്കുന്നത്. ഇതിനകത്തും ഒരു മഞ്ഞ പഴമാണുള്ളത്. കണ്ടില്ലേ, അത് നിൽക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അത് നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ട് നട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭംഗിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടും, പക്ഷെ പൊടിച്ചൊന്നും വരാറില്ല. കായ്ച്ച് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണുമ്പോഴൊക്കെ നല്ല ഇതായിട്ട് തോന്നും. കണ്ടില്ലേ, കായൊക്കെ കാണാൻ ഭയങ്കര ആകർഷകത്വമാണ്. പക്ഷേ ഇതുവരെയും നമ്മളിത് കഴിച്ചിട്ടില്ല. കഴിക്കുമെന്നറിയില്ല എനിക്ക്, ഞാൻ കഴിച്ചിട്ടില്ല. കാണുന്ന ആ ഒരു ഭംഗി തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ കിളികളെല്ലാം നല്ലതായിട്ട് കഴിക്കുന്നുണ്ട്, കുരങ്ങുകളൊക്കെ കഴിക്കുന്നുണ്ട്. ഒരു വിഷമൊന്നും അല്ലായിരിക്കും. ഇത് ഇടന എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ പഴമാണ്. ഇത് നമ്മുടെ മൈന, ചിത്തിര തുടങ്ങിയ കിളികൾക്കൊക്കെ ഏറ്റവും ഇതാണ്. ഞാവൽപ്പഴം പോലെ തന്നെയാണ്. ഇത് നമുക്കും കഴിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല, മരുന്ന് തന്നെയാണ്. ഇതിൻ്റെ വിത്തും നമ്മൾ മരുന്നിനെടുക്കാറുണ്ട്. ഇടനയുടെ വിത്ത് നമ്മൾ മരുന്നിനെടുത്ത് നമ്മൾ പല കഷായങ്ങളിലും ചേർക്കാറുണ്ട്, പല മരുന്നുകളിലും. കാരണം നമുക്കൊരു വാജീകരണം പോലെയൊക്കെയുള്ള ഒരു ഔഷധത്തിന് വെച്ചാൽ നായ്ക്കിരണ പരിപ്പ് പോലെയൊക്കെ. ഇത് നമ്മുടെ കാട്ടുപേരയുടെ പൂവാണ്.
അപ്പോൾ കാട്ടുപേര നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ കാട്ടിലും പേരയുണ്ട്. കുഞ്ഞ് പേരയ്ക്കാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ നീരൂറ്റി അല്ലെങ്കിൽ എല്ലൂറ്റി പട്ടയാണ്. എന്ന് വെച്ചാൽ പാച്ചോറ്റി എന്നൊക്കെ നമ്മൾ പറയും. പാച്ചോറ്റി മരം എന്നൊക്കെ പറഞ്ഞിട്ട് വനത്തിൽ നിൽക്കുന്ന ഇതാണ്. ഇത് നമുക്ക് അസ്ഥി തേയ്മാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരകലകൾക്കുണ്ടാകുന്ന ശോഷണം അല്ലെങ്കിൽ അത് മാറാനായിട്ട് നമുക്കിതിൻ്റെ പട്ടയും നമ്മൾ നേരത്തെ ഉതിയുടെ പട്ട എടുത്തില്ലേ, അതേപോലെ തന്നെ നമുക്കിതിൻ്റെ പട്ടയും എടുത്ത് വെള്ളം തിളപ്പിച്ച് നമുക്ക് കുടിച്ചാൽ മതി. ഇത് ചെറിയൊരു തൈയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇത് വലിയ മരമായി വരും. പാച്ചോറ്റി മരമൊക്കെ വലിയ മരങ്ങളാണ്. ഇത് വള്ളിക്കാഞ്ഞിരത്തിൻ്റെ കായാണ്. വള്ളിക്കാഞ്ഞിരമൊക്കെ ഞാൻ വേറെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. വള്ളിക്കാഞ്ഞിരത്തിൻ്റെ പച്ചക്കായാണ്. ഇത് പഴുക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നല്ല മഞ്ഞ കളറിലായിട്ടൊക്കെ അങ്ങ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ പറിച്ച് കഴിക്കും. അത്രയ്ക്ക് ആകർഷകത്വമാണ്. ഇത് താമരപ്പൂവാണ്. താമര നമുക്ക് ഒരുപാട് അതിൻ്റെ ഇലയും തണ്ടും വേരും എല്ലാം ഔഷധമാണ്. താമരയുടെ വളയമൊക്കെ നമ്മൾ ഒരുപാട് ചർമ്മരോഗത്തിനൊക്കെ എടുക്കാറുണ്ട്. ഇത് നമ്മുടെ കാട്ടിലുള്ള നീലക്കടമ്പ് പോലെയുള്ള ഒരു ഔഷധ മരമാണ്. ഇത് വർഷത്തിലൊരിക്കലാണ് പൂക്കാറുള്ളത്. ഇതും നമ്മുടെ സീക്രട്ട് മെഡിസിനുകളാണ്. ഇതൊക്കെ ഉൾക്കാട്ടിൽ മാത്രമാണ് കാണുന്നത്. ഇത് കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കാഞ്ഞിരം, ആ കാഞ്ഞിരത്തിൻ്റെ വേറൊരു വേർഷൻ ഇതാ കിടക്കുന്നത് കണ്ടില്ലേ. ഇങ്ങനെയൊക്കെ കിടക്കുന്നത് ഇത് പഴുത്തൊക്കെ വന്നു കഴിഞ്ഞാലുള്ളൊരു ഭംഗി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊന്നും കൊണ്ടുവന്ന് നട്ട് കളയരുത്. നട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഓർമ്മിക്കില്ല. ഈ ഭംഗിയൊക്കെ കണ്ട് തന്നെ അവർ ഇതൊക്കെ എടുത്ത് കഴിക്കാനുണ്ട് ചാൻസ് ഉണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ ഇത് മാരകമായിട്ടുള്ള വിഷാംശം അടങ്ങിയ കായ്കളാണ് ഈ കായ്കളെല്ലാം. ഇത് ചില വവ്വാല് ഇനം അല്ലെങ്കിൽ ചില കുരങ്ങുകളെല്ലാം ഇത് വന്നിട്ട് പറിച്ച് കടിച്ചിട്ട് വെറുതെ കളഞ്ഞിട്ട് പോകും, കഴിക്കാറൊന്നുമില്ല. ഇത് നമ്മുടെ ആവണക്കാണ്. മുടി വളർച്ചയ്ക്ക് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മുടെ ചേര് അല്ലെങ്കിൽ ചാര് എന്ന് പറയുന്ന മരത്തിൻ്റെ കായ്കളാണ് കിടക്കുന്നത്. ചാര് എന്താണെന്ന് നമുക്ക് എല്ലാ പേർക്കും അറിയാം. ശരീരത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരമെല്ലാം നീര് വയ്ക്കും. ഇത് ചേരാണ്. ചാരും ചേരും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് ചേരിൻ്റെ കായ്കളാണ്. ഇത് നമ്മുടെ എരുക്കിൻ്റെ പൂവാണ്. ഇത് നമ്മുടെ കൊടുവേലി പൂവ് ഞാൻ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഗരുഡക്കൊടിയുടെ പൂവാണ്. അപ്പോൾ ഗരുഡക്കൊടി ചെടി വേറെ വീഡിയോകളിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പൊന്മുടിയിൽ കാണുന്ന ഒരു കുറിഞ്ഞിയാണ്. ഇത് ഭയങ്കരമായിട്ട് ഇപ്പോൾ പൂക്കാറുണ്ട്. 8 വർഷത്തിലൊരിക്കലൊക്കെയാണ് അത് പൂക്കുന്നത്. നമ്മുടെ ഉമ്മമാണ്, ഉമ്മത്തിൻ്റെ കായാണ്. ഇത് നമ്മുടെ ഇപ്പോഴും വില്ലനായിക്കൊണ്ടിരിക്കുന്ന അരളിപ്പൂവാണ്. ഇതൊക്കെ വിഷാംശമാണ് പണ്ടേ തന്നെ, ഇപ്പോഴും അതെ. ഇത് നമ്മുടെ നേർവാളം എന്ന് പറയുന്നതാണ്. നേർവാളം കൈ നഞ്ച്. ഇത് നമ്മുടെ കാട്ടുചേനയുടെ കായാണ്. കണ്ടാൽ നമ്മുടെ പഴക്കുല പോലെയൊക്കെ തോന്നിക്കുമെങ്കിലും അത് കാട്ടുചേനയാണ്. ഇത് നമ്മുടെ കാട്ടു കഞ്ചാവിൻ്റെ ഇലയാണ്. കാട്ടു കഞ്ചാവ് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. ഇത് നമ്മുടെ ഒരു ഹിമാലയത്തിലൊക്കെ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യത്തിൻ്റെ പൂവാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ അയ്യപ്പാനയാണ്. ഇത് നമ്മുടെ തൂക്കുതേൻ, മലന്തേൻ അല്ലെങ്കിൽ വൻതേൻ എന്നൊക്കെ പറയുന്നത് ഈ സാധനമാണ്. ഇത് നമ്മുടെ ചെറുതേനിൻ്റെ റാളാണ്. ചെറിയ തേനാണ്. ഇത് കോൾത്തേനാണ്. കോൾത്തേന് കുറച്ചൊക്കെ കാണുള്ളൂ. ഇത് നമ്മുടെ തൊടുതേൻ അല്ലെങ്കിൽ നമ്മുടെ ഞൊടിയൽ എന്ന് പറയുന്ന തേനിൻ്റെ ഐറ്റമാണ്. നമ്മുടെ നിലം വരണ്ട നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാണിച്ചു തന്ന വീഡിയോ തന്നെയാണ്. ഇത് വെള്ളപ്പൂവ്. ഈ മലയാണ് ഞങ്ങളുടെ പൊന്മുടി മല. അപ്പോൾ ഈ മലയിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മെഡിസിനുകളെല്ലാം ശേഖരിക്കുന്നത്. ഇത് നമ്മുടെ കൊക്കോയാണ്. കൊക്കോ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം ഉണ്ടാക്കാൻ എടുക്കുന്ന കൊക്കോ എല്ലാവർക്കും അറിയാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞാനിപ്പോൾ ഇത് കാണിക്കുന്ന മഞ്ഞവള്ളിയാണ്. മഞ്ഞവള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് മുറിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മഞ്ഞ കളറായിട്ട് കിട്ടുന്ന ഒരു വള്ളിയാണ്. ഇതും നമുക്ക് ആയുർവേദ മെഡിസിനുകളിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ഇല. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇലയെല്ലാം നമുക്ക് കണ്ടാൽ തിരിച്ചറിയാനായിട്ട് മാത്രമായിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഇത് നമ്മുടെ ചേമ്പ് ഇനത്തിലുള്ള ഒരു ഐറ്റമാണ്. ഇത് നമ്മുടെ കടമ്പ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അത് തന്നെ. ഇത് മാങ്കോസ്റ്റിനൊക്കെ ഔഷധം ഏറ്റവും ഗുണകരമായതാണ്. കണ്ടില്ലേ, നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള ആരാധനകൾ തന്നെയാണ്. ഇത് താമരയുടെ കിഴങ്ങാണ്. താമരക്കിഴങ്ങ് ഒരുപാട് മരുന്നുകളിലെല്ലാം എടുക്കുന്നതാണ്. ഇത് താമരയുടെ കിഴങ്ങെന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് കാട്ടുപാവലാണ്. കാട്ടുപാവലിൻ്റെ പാവയ്ക്ക. ഇത് തൊട്ടാവാടിയാണ്. തൊട്ടാവാടി ചെടി ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നു. ഇത് നമ്മുടെ കശുമാവിൻ്റെ പൂവാണ്. കശുമാങ്ങ അത് തന്നെ നമുക്ക് വയറ്റിനൊക്കെയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് എടുക്കും.
ഇത് നമ്മുടെ കലമടപ്പി ചെടിയാണ്. ചിത്രശലഭങ്ങളെയൊക്കെ ആകർഷിച്ച് നിർത്തുന്ന ഒരു ചെടിയാണ് ഇത് അയ്യപ്പാന. അയ്യപ്പാനയൊക്കെ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ഇതിനകത്ത് വിട്ടു പോകരുത്. ഇത് നമ്മുടെ താമരയുടെ പൂക്കളാണ്. ഒരു താമര തന്നെ ഇത് അല്ലാത്തതും ഇത് നാടൻ താമരയുടെ പൂവാണ്. ഇത് നമ്മുടെ കപ്പ വാഴക്കുലയാണ്. പൈൽസൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ഉത്തമമാണ് കപ്പക്കുല.